ഇത് ഇങ്ങനെ ഇവൻ്റെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് കുടിക്കുക. വെയിലത്ത് നിന്ന് കയറി വരുമ്പോൾ ഇവനെ കുടിക്കണം. സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ദാഹവും പോവും, ക്ഷീണവും പോവും, നല്ല ഹെൽത്തിയാണ്. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പലതരം ജ്യൂസ് കുടിക്കുന്നതാണ്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ടൊമാറ്റോ ജ്യൂസ്. വളരെ ഹെൽത്തിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽബട്ടൺ അടുത്ത് ഓൾ വെക്കുന്ന കാര്യം മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. വാ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 6 തക്കാളി കേട്ടോ. നമ്മളൊരു 3 ഗ്ലാസ് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് തക്കാളി എടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ 6 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ കാര്യം പിന്നെ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ടല്ലോ പിന്നീട്. അടുത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു 3-4 ഏലക്കയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഏലക്ക കേട്ടോ. ഒരു 3-4 ഏലക്കയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. ഒരു കുറച്ച് ഉപ്പ് മതി കേട്ടോ. അതായത് ഈ മധുരം ചേർക്കുന്നത് ബാലൻസ് ആകാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. എന്നിട്ട് ഇതുപോലെ കുറച്ച് പുതിനയില ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. ഫ്രഷ് സാധനമാണ്, നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നത്. പുതിനയില കുറച്ച് നട്ടാൽ മതി, ഇഷ്ടം പോലെ ഇതുണ്ടായി വന്നോളൂ. നമ്മൾ ഈ പുതിനയിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ ഫ്രഷ് പുതിനയിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. ഇതൊരു ചെറിയ നാരങ്ങയുടെ നീരാണ്, വലുതാണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. അപ്പോൾ അതും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അടുത്താണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട സാധനം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ അങ്ങ് ചേർക്കുകയാണെങ്കിൽ ഒരു കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേനും ഒരു സെറ്റപ്പ് ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ അതേ നമ്മൾ നല്ല സെറ്റായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളൊരു അരിപ്പ എടുത്തിട്ടുണ്ട്, സാധാ പ്ലാസ്റ്റിക് അരിപ്പ എടുത്തേക്കണം കേട്ടോ. ആ അരിപ്പയിൽ നമ്മളൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ ചണ്ടി നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇങ്ങനെ അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളൊരു സ്പൂണിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ അരിച്ചെടുക്കാം. മൊത്തം നമ്മളിതിൻ്റെ പകുതി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മിച്ചം വരുന്ന സാധനങ്ങൾ നമുക്ക് കളഞ്ഞേക്കാം, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ജ്യൂസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസെല്ലാം നമ്മൾ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം നമുക്കൊരു 1.5 ഗ്ലാസോളം കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളമോ സോഡയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ തണുപ്പ് പാടില്ലാത്തവരാണെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തണുക്കാത്ത സോഡ ഒഴിച്ചിട്ട്, തണുപ്പ് വേണ്ടവർ മാത്രം ഐസിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ സമയത്ത് മധുരം ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജഗ്ഗിലേക്ക് മാറ്റാവേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് നമ്മൾ ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഗ്ലാസ് എടുത്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുക. അതിനുശേഷം കുടിക്കുക. വെയിലത്ത് നിന്ന് കയറി വരുമ്പോഴത്തേനും കുടിക്കണം. സൂപ്പറായിരിക്കും. 100% നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത്. യാതൊരു കൃത്രിമ വസ്തുക്കളും ചേർത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചമുളകും കൂടെ കയറി അതിൻ്റെ അതേ കിട്ടേക്കും കേട്ടോ. സൂപ്പറായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ തക്കാളി ജ്യൂസ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ.